സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് നേരത്തെ ഉയർന്നിട്ടുള്ള ആരോപണം അത് ICUയിലായിരുന്നു എന്നാണ്. പിന്നെ പറഞ്ഞത് വെന്റിലേറ്ററിലാണ്. ഇപ്പം അതും കഴിഞ്ഞ് അതിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിൻ്റെ ശവമടക്ക് മാത്രമേ ആവശ്യമുള്ളൂ. ഇത്രയും കുത്തഴിഞ്ഞ ഒരു ആരോഗ്യ വകുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. ഇതിന് ഉത്തരവാദിത്തം ആരായിട്ടുണ്ടെങ്കിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറയുകയാണ്, ഞാനല്ലല്ലോ ശസ്ത്രക്രിയ നടത്തുന്നത്. അത് പറഞ്ഞത് സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് ഒഴിവാകാൻ സാധിക്കുമോ? ഇത് ഏതെങ്കിലും ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ഒറ്റപ്പെട്ടതാണെന്ന് പറയാം. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഞാൻ കണ്ടത് ഒറ്റപ്പെട്ടതാണ്. ഒരു സംഭവമല്ലേ ഒറ്റപ്പെട്ടത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എത്ര കേസുകളാണ്? ഏതെങ്കിലും ഒരു കേസിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ മാതൃകാപരമായി ശിക്ഷിച്ചോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാനമായൊരു സംഭവം ഉണ്ടായിട്ട് മനഃപൂർവ്വം കുറ്റപത്രം വൈകിക്കുകയാണ്. 2 അന്വേഷണം നടന്നു അവിടെ. ആ 2 അന്വേഷണത്തിലും പ്രതികളാണ് എന്ന് ബോധ്യപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ CPM മുന്നിട്ടിറങ്ങുകയാണല്ലോ. ഏതെങ്കിലും കേസിൽ ആരെങ്കിലും ശിക്ഷിച്ചോ? ഇപ്പോൾ ആലപ്പുഴ സംഭവം നിങ്ങൾ നോക്ക്. ആലപ്പുഴ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് അന്നത്തെ പ്രിൻസിപ്പാളിനെ മാത്രമല്ലേ? അന്ന് ആ ശസ്ത്രക്രിയയിൽ പങ്കെടുത്ത ഡോക്ടർമാർക്കെതിരായിട്ടാണ് നടപടി ഇല്ലാത്തത്. അതുണ്ടാവണ്ടേ? അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? മെഡിക്കൽ ഡയറക്ടറിൻ്റെ റിപ്പോർട്ടാണോ വേണ്ടത്? അതുമാത്രം മതിയോ? അതൊരു ക്രിമിനൽ ഒഫൻസ് അല്ലേ? റിപ്പോർട്ട് പോലീസിന് കൈമാറുമെന്നാണ് പറയുന്നത്. എന്തിനാ ഡോക്ടർമാരുടെ റിപ്പോർട്ട് പോലീസിന് കൈമാറുന്നത്? അവരുടെ പരാതി ഉണ്ടല്ലോ, ഈ സ്ത്രീയുടെ പരാതി ഉണ്ടല്ലോ. ആ സ്ത്രീയുടെ പരാതിയുടെ പുറത്ത് കേസെടുത്ത് എന്തുകൊണ്ട് അന്വേഷിച്ചുകൂടാ? അപ്പം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, സംസ്ഥാന ആരോഗ്യ വകുപ്പ് അത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ അത് മരണപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ശവമടക്കുള്ള തീയതി മാത്രം നിശ്ചയിച്ചാൽ മതി. ഇത്രമാത്രം കുത്തഴിഞ്ഞ ഒരു ആരോഗ്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനിയും എന്തിൻ്റെ പേരിലാണ് ഈ ആരോഗ്യമന്ത്രി അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്നറിയില്ല. സത്യത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ജനാധിപത്യ മര്യാദയുണ്ടെങ്കിൽ അവർ എന്നെ രാജിവെക്കേണ്ടതായിരുന്നു. ഞാൻ രാജിവെക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നില്ല, പക്ഷേ സ്വമേധയാ അവർ രാജിവെക്കേണ്ടതാണ്. ഇനിയിപ്പോൾ 1 മാസം കൂടിയല്ലേ ഉള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം കുത്തഴിഞ്ഞ അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകളുള്ള, മിസ്മാനേജ്മെൻറ്റുള്ള, എല്ലാ സിസ്റ്റവും തകർന്നു പോയിട്ടുള്ള ഒരു മേഖല, ആരോഗ്യ മേഖലയെ പോലെ മറ്റൊരു മേഖല കേരളത്തിൽ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്തം മന്ത്രിക്ക് മാത്രമാണ്. ഏതെങ്കിലും മെഡിക്കൽ സൂപ്രണ്ടുമാരെയോ ഡോക്ടർമാരോ തലയിലിട്ടുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വിചാരിക്കേണ്ട. ആരോഗ്യമന്ത്രി അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് BJP ആവശ്യപ്പെടുന്നത്.